മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസ്സിൽ വിമാനത്തെക്കുറിച്ച് ആ ഫീൽഡുമായിട്ടൊരു ബന്ധവുമില്ലാത്ത വ്യക്തി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധാവതാരകനോട് ഒന്ന് രണ്ട് പേര് ചോദ്യങ്ങൾ ചോദിച്ച് മുമ്പോട്ട് വന്നപ്പോൾ അവരെ ചോദ്യം ചോദിക്കാൻ അനുവദിച്ചില്ല. അതിലൊന്ന് രണ്ട് പേരെ എതിർത്തു. അതാത് വിഷയവുമായിട്ട് ബന്ധമില്ലാത്തവര് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് എന്തിനാണ് പ്രബന്ധം അവതരിപ്പിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസ്സിൽ പതിവില്ലാത്തതുപോലെ അത്തരത്തിലുള്ള വിഷയം മാറിയുള്ള പ്രബന്ധാവതരണം എന്തിനാണ് എന്നിപ്രകാരമുള്ള ചർച്ചകൾ വന്നു. അതെല്ലാം ചെന്ന് അവസാനിച്ചത് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ പ്രൊസീജിയറിലല്ല, മറിച്ച് കാവ്യവൽക്കരണവും സംസ്കൃതവൽക്കരണവും ഹൈന്ദവവൽക്കരണവും ഹിന്ദുത്വവൽക്കരണവും എല്ലാമായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഒരു തരത്തിൽ ഈ നാടിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിന്ന് ഒരു വിപരീത ദിശയിലേക്കുള്ള ചർച്ചയായി മാറി. ഭാരതം ഭരിക്കുന്നവർ മുതൽക്ക് ഏറ്റവും ചുവട്ടിൽ ഹിന്ദുധർമ്മം അനുശാസിക്കുന്നവരെ വരെ ആ ചക്രത്തിൻ്റെ ഉള്ളിലിട്ട് ഒരു തരത്തിൽ വെല്ലുവിളിക്കുന്ന അവസ്ഥ. പഠിച്ചവരോ അറിയുന്നവരോ പഠിപ്പിക്കുന്നവരോ അല്ല ഈ വെല്ലുവിളിയും എതിർപ്പുമെല്ലാം കാണിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും. ഞാൻ അറിയാത്തതും ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ പഠിക്കാത്തതും എൻ്റെ സംഘടനയും എൻ്റെ പാർട്ടിയും സ്വീകരിക്കാത്തതുമെല്ലാം ഞാൻ അങ്ങ് ബ്ലൈൻഡായിട്ട് എതിർക്കുന്നു. അത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ പലതരത്തിലുള്ള സമരങ്ങളിൽ കണ്ടത്. അതിനോടനുബന്ധിച്ചിട്ടായിരുന്നു ഞാൻ 2-3 ദിവസമായിട്ട് കുറേ വിവരണങ്ങൾ തന്നത്. സാധാരണ ജനത നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് അറിയാത്തവരായതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും നിഷേധാത്മകമായിട്ടുള്ള പത്രമാധ്യമ വാർത്തകളുമെല്ലാം വരുമ്പോൾ ഒരു സംശയമുണ്ടാവുന്നത്. ആര്യൻ അധിനിവേശ സംസ്കാരത്തെക്കുറിച്ചാണെങ്കിലും ഇവിടുത്തെ ജാതി സമ്പ്രദായത്തെക്കുറിച്ചായാലും അതുപോലെ തന്നെ സവർണരുടെ വേദ പ്രാമുഖ്യത്തെക്കുറിച്ചായാലും എല്ലാം ഒരു തരത്തിലെ തെറ്റിദ്ധാരണകൾ നിറച്ചു വിടുക എന്നുള്ളത് ഭാരതത്തെ ഭരിച്ച ഇംഗ്ലീഷുകാര് ഈ ചിന്താധാരകളെ ഏൽപ്പിച്ചു പോയവരും ചെയ്തുകൊണ്ടേയിരിക്കുന്നൊരു പ്രക്രിയയാണ്. നമ്മുടെ നാടിനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നല്ലതാണെങ്കിൽ അതിനെ എതിർക്കുക, ചീത്തയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മുടെ പൈതൃകത്തിലെ സരസ്വതിയെ ലക്ഷ്മിയെ പാർവതിയൊക്കെ നഗ്നയായിട്ട് വരച്ചപ്പോൾ ആരും ചോദിച്ചില്ല കന്യാമറിയത്തെ അങ്ങനെ ഒന്ന് വരയ്ക്കാമോ, യേശു ക്രിസ്തുവിനെ അങ്ങനെ വരയ്ക്കാമോ, പ്രവാചകനെയോ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ MF ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അമ്മയെയോ ഭാര്യയെയോ മകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തവരുടെ ഭാര്യയെയോ മക്കളെയോ അല്ലെങ്കിൽ അമ്മയെയോ അങ്ങനെ ഒന്ന് വരച്ചുകൂടെ എന്ന് ആരും ചോദിച്ചില്ല. കാരണം ഒരു വശം മാത്രം നോക്കി നാടിൻ്റെ നന്മകൾ ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പുറകിലെ കാവ്യവൽക്കരണവും ഹിന്ദുത്വവും ഉണ്ടെന്ന് ധരിച്ച് അങ്ങോട്ട് എതിർക്കുക. ആ എതിർപ്പാണ്
യഥാർത്ഥത്തിൽ ഈ വിമാനതന്ത്രത്തെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയിലെ കോൺഫറൻസിൽ, ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസ്സിൽ പ്രസന്റ് ചെയ്ത പ്രബന്ധത്തിനെതിരെയും ഉണ്ടായത്. പക്ഷെ അവിടെ കുറെ ലോജിക്ക് ഉണ്ട്. ആ മനുഷ്യൻ അത് അറിയാത്ത വിഷയമായിരുന്നു. അയാൾ അതിന് ഉരുമ്പെടരുതായിരുന്നു. ഈ കോൺഫറൻസ് നടത്തിയവര് അതിന് പെർമിഷൻ കൊടുക്കരുതായിരുന്നു. ISROയിലെയോ അല്ലെങ്കിൽ DRDOയിലെയോ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെയോ ശാസ്ത്രജ്ഞന്മാരാണ് അത് അവതരിപ്പിച്ചതെങ്കിൽ അവർ കുറച്ചുകൂടി പ്രിപ്പറേഷനോടുകൂടി വരുമായിരുന്നു. അതുകൊണ്ട് തെറ്റ് പലപ്പോഴും ആരംഭിക്കുന്നത് അറിയാത്തവൻ അറിയുന്നവനെ പോലെ അറിയാത്ത കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ്. അറിയാത്തവര് ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓർമ്മിക്കാനുള്ളത്, ക്ഷേത്രങ്ങളിൽ ഭാഗവതം വായിക്കുന്നത് പോലെയല്ല നാഷണൽ സയൻസ് കോൺഗ്രസ്സിൽ പേപ്പർ അവതരിപ്പിക്കുന്നത്. അറിവുള്ളവരാ മുമ്പിലിരിക്കുന്നത്. ആത്മസംതൃപ്തിക്ക് വേണ്ടി വന്നിരിക്കുന്നവരല്ല. കുറെ അധികം പേരെങ്കിലും ഇതിനകത്തെ സയൻസ് കണ്ടന്റ് അറിയാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നവരെ നിയന്ത്രിക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത്. പക്ഷെ അത് ചെന്ന് എത്തിയത് ഏതുപോലെയാണെന്നറിയോ? കോഴിക്കോട് ഗവൺമെന്റ് ലാൻഡില് ടാർപോളിൻ വെച്ച് മറച്ച് കുറെ ഹിന്ദു പെൺകുട്ടികളും മുസ്ലിം ആൺകുട്ടികളും വെള്ളവും അടിച്ച് രാത്രി ചുംബിക്കുന്നത് നിർത്തണമെന്ന് പോലീസിന് പരാതി കൊടുത്തു. പോലീസൊന്നും ചെയ്തില്ല. നിർത്തണമെന്ന് പറഞ്ഞ വ്യക്തികള് ഹോട്ടൽ ഉടമസ്ഥനോട് പറഞ്ഞു, ഇത് അനുവദിക്കല്ല, സാംസ്കാരിക ച്യുതിയാണെന്ന്. അയാളെ കേട്ടില്ല. 2-3 പ്രാവശ്യം വാണിംഗ് കൊടുത്തു. അപ്പോഴും ഹോട്ടൽ ഉടമസ്ഥനൊന്നും ചെയ്തില്ല. പിന്നെ കയറി അടിച്ചു. അടിച്ചത് ശരിയാണോ തെറ്റാണോ എന്നല്ല, അതായിരുന്നു യഥാർത്ഥത്തിൽ സമരത്തിന്റെ തുടക്കം. നല്ല വീട്ടിലെ ഹിന്ദു പെൺകുട്ടികള് പലതരത്തിലുള്ള മുസ്ലിം ആൺകുട്ടികളുമായിട്ട് വെള്ളമടിച്ച് ഈ ഗവൺമെന്റ് ലാൻഡില് ടാർപോളിൻ മറച്ചു വെച്ച് കിടന്ന് സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഹൈന്ദവ രക്തമുള്ള കുറച്ചു പേര് പ്രതികരിച്ചു. അങ്ങനെ അവർക്ക് ചുംബിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവരെ ഏത് രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മറ്റേവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനോ നിരാകരിക്കാനോ നിങ്ങൾക്ക് സദാചാര പോലീസായിട്ട് സ്വാതന്ത്ര്യമില്ല. അതാണ് പിന്നീട് ഇന്ത്യ മുഴുവനും തല്ലുകൊണ്ടും കൊടുത്തും ചുംബന സമരമായി മാറിയത്. പക്ഷെ യഥാർത്ഥ കാരണം എല്ലാവരും വിട്ടുപോയി. ആ കാരണത്തെക്കുറിച്ച് പിന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെയാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രം എവിടെ ഉണ്ടെന്ന് പറയാതെ സംസ്കൃതത്തിലെ ഏത് വരി ഉദ്ധരിച്ചാലും അത് മിത്തോളജിക്കൽ പുസ്തകത്തിൽ നിന്നാണെന്ന് തെറ്റിദ്ധരിച്ച് ഇംഗ്ലീഷിലെ ഏത് വരി ഉദ്ധരിച്ചാലും അതൊക്കെ ഷേക്സ്പിയറിന്റെ ആണ്, അല്ലെങ്കിൽ മിൽട്ടന്റെ ആണ്, അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസിന്റെ ആണ്, അതല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഏത് വരി ഉദ്ധരിച്ചാലും അത് ജോർജ് ബെർണാഡ് ഷായുടെ ആണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്കും മലയാളം എന്ന ഭാഷയ്ക്കും തെലുങ്കിനും തമിഴിനും മറാഠിക്കും ജർമ്മൻ ഭാഷയ്ക്കും ഫ്രഞ്ച് ഭാഷയ്ക്കും എല്ലാത്തിനും വ്യത്യസ്ത തരത്തിലുള്ള ലിറ്ററേച്ചറുകളില്ലേ? ഒരു ലിറ്ററേച്ചറേ ഉള്ളൂ, ഒരു വിഭാഗത്തിലുള്ളതേ ഉള്ളൂ. ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഡ്രാമകളുണ്ട്, ഫിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ പോയട്രി ഇല്ലേ? എത്ര പേരുടെ പോയട്രിയാ ഉള്ളത്? ഇംഗ്ലീഷിൽ തന്നെ യാത്രാവിവരണങ്ങളില്ലേ? അപ്പൊ ഇംഗ്ലീഷ് എന്ന ഭാഷയില് വൈവിധ്യമാർന്ന സ്പിരിച്വാലിറ്റി ഇല്ലേ? ബൈബിൾ മുഴുവൻ ഇപ്പൊ ഇംഗ്ലീഷിലല്ലേ പൊതുവെ വിതരണം ചെയ്യുന്നത്. അപ്പം ഈ ലോകത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ലോകത്തിലെ ഏതൊരു ഭാഷയാണെങ്കിലും അതിലുണ്ട്. അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മാത്രം. അതുപോലെയല്ലേ സംസ്കൃതവും? സംസ്കൃതത്തിലെ ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുരാണങ്ങളുണ്ട്, മഹാഭാരതമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കമന്ററികളുണ്ട്.
വാൽമീകി രാമായണമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കമന്ററികളുണ്ട്. വേദമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കമന്ററികളുണ്ട്. ഉപനിഷത്തുക്കളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കമന്ററികളുണ്ട്. അതിനെ മിത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിനകത്ത് ശാസ്ത്രത്തെ അന്വേഷിച്ചു പോയിട്ട് ശാസ്ത്രമുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണെന്ന് പഠിച്ചവർക്ക് പറയാൻ അവകാശമുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിനെ ശാസ്ത്രമായിട്ട് വലിച്ചഴച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് പ്രതിഷേധിക്കാതെ വസ്തുതാപരമായിട്ട് പഠിക്കാൻ അറിവുള്ളവർ മുമ്പോട്ട് വരികയാണെങ്കിൽ നന്നായിരുന്നേനെ. അതേപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സെമി മിത്തോളജിക്കൽ പുസ്തകങ്ങളുണ്ട്. ആത്മീയതയില്ലാത്ത, മതമില്ലാത്ത, തത്വശാസ്ത്രങ്ങളില്ലാത്ത ശുദ്ധ മനുഷ്യന്റെ പ്രായോഗികമായിട്ടുള്ള അറിവുള്ളത്. അതാണ് ഞാൻ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തത്. അത് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അർത്ഥശാസ്ത്രം ആത്മീയതയല്ല, പക്ഷേ സെമി മിത്തോളജി അല്ലെങ്കിൽ അർദ്ധപൗരാണികമാണെന്ന് പറയാനുള്ള കാരണം ഋഗ്വേദത്തിന്റെ ഉപവേദം എന്ന വാക്കയിൽ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ യുദ്ധതന്ത്രം, അത് ശരിക്കും പറഞ്ഞാൽ ദ്രോണാചാര്യർ എഴുതിയിരിക്കുന്നതാണ്. ദ്രോണാചാര്യർ ഇതിഹാസത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹമാണോ എഴുതിയത് വേറെ വല്ലവരുമാണോ എഴുതിയതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ആ യുദ്ധതന്ത്രം ഇന്ന് ലഭ്യമായിട്ടുള്ളത് മഹാഭാരതത്തിനകത്തെ 18 ദിവസത്തെ യുദ്ധത്തിനകത്തുള്ള വിവരണത്തിൽ മാത്രമാണ്, പുസ്തകമായിട്ട് ഇന്ന് അവൈലബിൾ അല്ല. പക്ഷെ അത് യജുർവേദത്തിന്റെ ഉപവേദമാണ്. അതുകൊണ്ട് അതിന് വേണമെങ്കിൽ സെമി മിത്തോളജിക്കൽ എന്ന് പറയാം. അതിൽ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും അലോയികളും പറയുന്നുണ്ട്, വിവിധ തരത്തിലുള്ള മെറ്റാലിക് അലോയ്സ് പറയുന്നുണ്ട്, അതിന്റെ വെയിറ്റ് പറയുന്നുണ്ട്, ഡയമീറ്റർ പറയുന്നുണ്ട്, ഓരോ മുസളം കുന്തം എങ്ങനെ ഉണ്ടാക്കണം, വാൾ എങ്ങനെ ഉണ്ടാക്കണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണങ്ങളുണ്ട് അതിനകത്ത്. അത് വേണമെങ്കിൽ സയൻസ് അല്ലാന്ന് തന്നെ വിചാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഗാന്ധർവവേദം, എത്ര തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അവിടെ ഉള്ളത്. ഇന്ത്യ ബുക്ക് ഹൗസിൽ പോയി കഴിഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നൊരു പുസ്തകമാണ്, പച്ച കവറോട് കൂടിയുള്ളതാണ്. എത്ര 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 തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളാണ് ഒരു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ഉപയോഗിച്ചിരുന്നത്. വീണ തന്നെ എത്ര വീണയാ, സരസ്വതിയുടെ കയ്യിലുള്ള വീണ, ബ്രഹ്മാവിന്റെ കയ്യിലുള്ള വീണ, ശിവന്റെ കയ്യിലുള്ള വീണ, എത്ര തരത്തിലുള്ള വീണകളാണ് ഉള്ളതെന്നറിയോ? അതെല്ലാം സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്, മെംബ്രെയിൻ ഇൻസ്ട്രുമെന്റ്. ഞാൻ രാവിലെ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, വീണ്ടും പറയുന്നത്. ഇതെല്ലാം ടെക്നോളജിക്കലി സപ്തസ്വരങ്ങൾക്കകത്ത് വരുന്നതാണ്. കാടന്മാരുടെ സംഗീതോപകരണമൊന്നും അല്ലാതെ വെറുതെ ഒച്ചയുണ്ടാക്കലൊന്നുമല്ല, എല്ലാത്തിനും താളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഗാന്ധർവവേദത്തിനകത്ത് തന്നെ പിന്നെ പ്യുവർ സയൻസും ഉണ്ട്. ദമന്യോ രക്തവാഹിന ചതുർവിംശതിരതീത കുല്യാഭിരിവകേദാര രാസ്താഭി ദേഹോഭിവർദ്ധതേ. ഈ ബ്ലഡ് വെസൽസിനെ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെ ശബ്ദം പർട്ടിക്കുലർ ലെവലിലേക്ക് ആക്കാം, ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്തിട്ട് എന്ന് വിവരിക്കുന്നതിന്റെ കൂട്ടത്തില് ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതിനകത്തും പ്യുവർ സയൻസ് ഉണ്ട്. എടുക്കണമെന്ന് നിർബന്ധമില്ല, വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. ശാർങ്ങധരന്റെ സംഗീത രത്നാകരം ശരീരത്തിന്റെ അനാറ്റമി വിവരിക്കുന്ന പോലെ MBBS പുസ്തകങ്ങൾ പോലെയാണ്. പക്ഷെ സാമവേദത്തിന്റെ ഉപവേദമായതുകൊണ്ട് തൽക്കാലം നമുക്കതിനെ സെമി മിത്തോളജിക്കൽ പുസ്തകത്തിന്റെ ലിസ്റ്റിൽ വേണമെങ്കിൽ പെടുത്താം. ആയുർവേദം നോക്കാം, എത്ര തരത്തിലുള്ള ഭസ്മങ്ങളാ, ഓക്സൈഡുകൾ ഉണ്ടാക്കാം. ആ ഓക്സൈഡുകളെ ഭസ്മങ്ങൾ ഉണ്ടാക്കാനുള്ള എത്ര തരത്തിലുള്ള ഫർണസുകളാണ് അതിനകത്തുള്ള അറിയോ? ഡിസ്റ്റിലേഷൻ മുതൽക്ക് സ്വേദന യന്ത്രം, ശസ്ത്രം, സർജിക്കൽ ഇൻസ്ട്രുമെന്റുകളുടെ ഒരു പരമ്പര ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ലിമേഷനും ഇവാപ്പറേഷനും ഡ്രൈയിങ്ങും ഹീറ്റിങ്ങും എല്ലാം വിവരിക്കുന്ന കഷായങ്ങള്, അരിഷ്ടങ്ങള്, ആസവങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. അരിഷ്ടം ഉണ്ടാക്കുമ്പോൾ 2500 വർഷമായിട്ട് അരിഷ്ടം ഉണ്ടാക്കാറുണ്ട് ഭാരതത്തില്. ദ്രാക്ഷാരിഷ്ടം ഉണ്ടാക്കാറുണ്ട്, ധന്വന്തരാരിഷ്ടം ഉണ്ടാക്കാറുണ്ട്, ദശമൂലാരിഷ്ടം ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാം ബാക്ടീരിയൽ ഫെർമെന്റേഷനാണ്. ഒരു സെറ്റ് ബാക്ടീരിയ മാറിയാൽ, അല്ലെങ്കിൽ ഈസ്റ്റ് മാറിയാൽ, അല്ലെങ്കിൽ വൈറസിന്റെ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ, മൈക്രോ ഓർഗാനിസത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാറിയാൽ അത് ദശമൂലാരിഷ്ടം ആവുന്നതിന് പകരം വിഷമായി കീറ്റോൺ ബോഡീസായി മാറും. അപ്പൊ ഒരു 25 നൂറ്റാണ്ട് ഇവിടെ ഫെർമെന്റേഷൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് നടത്തിയിരുന്നു എന്നുള്ളതിന് തെളിവാണ്
ഈ അരിഷ്ടങ്ങൾ കുടിച്ചിട്ട് ആരും മരിച്ചിട്ടില്ല. അരിഷ്ടത്തിനകത്ത് ആരെങ്കിലും ബീവറേജസ് കോർപ്പറേഷന്റെ ലിക്കർ ഉപയോഗിച്ചിട്ട് കുടിച്ചിട്ട് മരിച്ചിട്ടുണ്ടാവും. പക്ഷെ അരിഷ്ടം കുടിച്ചിട്ട് മരിച്ചിട്ടില്ല. അത്ര പെർഫെക്റ്റ് ആയിരുന്നു ഇവിടുത്തെ ഫെർമെന്റേഷൻ ടെക്നോളജി. മാസങ്ങളോളം നിലനിൽക്കുന്നതാണ്. ദ്രാക്ഷാരിഷ്ടമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. ദ്രാക്ഷി, നമ്മുടെ ഗ്രേപ്സ് പിഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അത് കുടിച്ചാൽ ചിലപ്പോൾ വയറിളകും. പക്ഷെ അതിനെ ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് ഫെർമെന്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫെർമെന്റ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടാണ് ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. 8% 12% വരെ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. അത് പ്യുവർ സയൻസാ. എടുക്കണ്ടെന്നെങ്കിൽ എടുക്കണ്ട. പക്ഷെ അത് സയൻസ് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സ്ഥാപത്യ വേദം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും മതിലുണ്ട്, കോട്ടമതില്. ആ കോട്ടമതിലിനെ പരിശോധിക്കാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നു അത്രേ, ഒരു 3 കൊല്ലം മുമ്പ്. ആ കോട്ടമതിലിന്റെ വലിയ ഹ്യൂജ് കരിങ്കല്ല് പീസുകളാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം. 60, 70, 80, 90 ടണ്ണാണ് ചിലതിന് ഭാരം. ആ കരിങ്കല്ലുകൾ തമ്മിൽ ചേർത്തിരിക്കുന്നത് ഏതോ മരത്തിന്റെ ഇലകൾ അരച്ചിട്ടിട്ടാണെന്ന് അവരേതോ ഒരു പ്രത്യേക രീതിയിലുള്ള ഉപകരണം ഉപയോഗിച്ചിട്ട് കരിങ്കല്ലുകൾക്കിടയ്ക്ക് ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പഠനം നടത്തിയിട്ട് കാണിച്ചു അത്രേ. ആ ഗ്രാനൈറ്റ് പീസ് എങ്ങനെയാ കട്ട് ചെയ്തത്? പണ്ട് കട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കത് സാധിച്ചു, പെർഫെക്റ്റ് അലൈൻമെന്റോട് കൂടി. എത്രയാ സ്ഥാപത്യ വേദത്തിന്റെ തെളിവ് കൺമുമ്പിലുള്ളത്? അത് അഥർവവേദത്തിന്റെ ഉപവേദമായിട്ട് പെടുന്നു. അതിനെ വേണമെങ്കിൽ സെമി മിത്തോളജിക്കൽ പുസ്തകം എന്ന് പറയാം. അപ്പൊ സെമി മിത്തോളജിക്കൽ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ വരുന്നത് നോൺ മിത്തോളജിക്കൽ പുസ്തകങ്ങളാണ്. ആത്മീയത അല്പം പോലും ഇല്ലാത്ത ഇൻഡിപെൻഡന്റ് പുസ്തകങ്ങളാണ്. ഈ ഇൻഡിപെൻഡന്റ് പുസ്തകങ്ങളുടെ പ്രത്യേകത എന്താ അറിയോ? മിത്തോളജിക്കൽ പുസ്തകങ്ങള്, സെമി മിത്തോളജിക്കൽ പുസ്തകങ്ങള്, നോൺ മിത്തോളജിക്കൽ പുസ്തകങ്ങൾ. നോൺ മിത്തോളജിക്കൽ പുസ്തകങ്ങളിൽ എന്തൊക്കെയാണുള്ളത്? ഞാൻ നേരത്തെ ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞ മാതിരിയാണ്. അതിനകത്ത് ഫിക്ഷൻ ഉണ്ട് ധാരാളം. കാളിദാസൻ എഴുതിയ ശാകുന്തളമുണ്ട്, മേഘസന്ദേശമുണ്ട്. അത് നോൺ മിത്തോളജിക്കൽ പുസ്തകത്തിന്റെ ഭാഗം. ഭോജരാജാവ് എഴുതിയ ഭോജന കുതൂഹലം എന്ന പാചക ഗ്രന്ഥമുണ്ട്. നല്ല ഭവഭൂതിയുടെ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഈ നവരത്നങ്ങൾ എഴുതിയിരിക്കുന്ന അനവധി പുസ്തകങ്ങളുണ്ട്. അതിൽ യാത്രാ വിവരണങ്ങളുണ്ട്. അതിനകത്ത് നല്ല കവിതകളുണ്ട്. ആയിരക്കണക്കിന് കവിതകൾ നമ്മുടെ പൂർവികർ എഴുതിയതുണ്ട്. നാടകങ്ങളുണ്ട്. ഇദ്ദേഹം കാളിദാസൻ തന്നെ എഴുതിയിരിക്കുന്ന ശാകുന്തളം നാടകമാണ് യഥാർത്ഥത്തില്. മുദ്രരാക്ഷസൻ നാടകമാണ്, നാടകം പോലെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മറ്റേതൊരു ഭാഷയിലും നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള ഗ്രന്ഥങ്ങളില് കുറേ ഗ്രന്ഥങ്ങൾ പ്യുവർ സയൻസ് ആയിട്ടുള്ളതുണ്ട്. അവിടെ അന്വേഷിച്ചു പോകുന്നതിന് പകരം രാമായണവും മഹാഭാരതവും പുരാണവും എല്ലാം അന്വേഷിച്ചു പോകുന്നതിനേക്കാൾ ഭേദം ശരിക്ക് നെല്ല് കളക്ട് ചെയ്യാൻ എറണാകുളത്തെ ടൗണിൽ പോകുന്നതിനേക്കാളും നല്ലത് കേരളത്തിലെ നെല്ലിന്റെ കലവറയായ ഒന്നുകില് പാലക്കാട് പോവാം, അതല്ലെങ്കിൽ കുട്ടനാട്ട് പോവാം. കുട്ടനാട്ട് പോയാൽ ലോറി കണക്കിന് നെല്ല് വാങ്ങിച്ചോണ്ട് വരാം. അത് പാലക്കാട് പോയാലും ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷിയുള്ളതിനെ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചോണ്ട് വരാം. അല്ല സാർ, എനിക്ക് ജില്ലകളിലേക്കൊന്നും പോകാൻ സാധിക്കില്ല, എനിക്കൊരു 10 ചാക്ക് അരി വേണം. ആ 10 ചാക്ക് അരി എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ അന്വേഷിക്കുന്നതിന് പകരം നേരെ നിറവറയിലേക്കോ അപ്പുറത്തോ ഇപ്പുറത്തോ പോയാൽ പോലെ ആ കമ്പനി പോയിട്ട് 10 ചാക്ക് അരി മേടിച്ചൂടെ? സോളിഡ് ആയിട്ട് ചാക്കുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന അരി അവിടെ ഉണ്ടെങ്കിൽ എന്തിനാ ഈ അറബിക്കടലിലും ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമുള്ള ചെറിയ ചെറിയ കടകളിൽ അന്വേഷിക്കുന്നത്? എവിടെയാണോ ഹോൾസെയിലായിട്ട് ലാർജ് സ്കെയിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്താൽ പോലെ. നാടിന്റെ ശാസ്ത്ര പൈതൃകം എന്ന് പറയുന്ന രീതിയിൽ എത്ര മാത്തമാറ്റിക്സ് പുസ്തകമുള്ളത് ഇവിടെ? അതിൽ മാത്തമാറ്റിക്സ് അല്ലാതെ ഒരു ഈശ്വര പ്രാർത്ഥന പോലും അതിനകത്തില്ല. എത്ര അസ്ട്രോണമിക്കൽ പുസ്തകമുള്ളത്? വടേശ്വര സിദ്ധാന്തം എന്ന പുസ്തകം വായിച്ചിട്ട്
MSc കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പ്രൊഫസർ പറഞ്ഞു ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. സംസ്കൃതത്തിലല്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ലല്ലാചാര്യന്റെ പുസ്തകങ്ങളുടെ ശിഷ്യധീവൃത്തി തന്ത്രം പ്യോർ മാത്തമാറ്റിക്സും അസ്ട്രോണമിയാണ്. അത് മാത്രമല്ല, തിരുവല്ലക്കാരനായ ഗി വർഗീസ് എന്നൊരു ഒരാളുണ്ട്, ഗി വർഗീസ്. അദ്ദേഹം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഇവിടെ ആലത്തിയൂർ പുതിമന സോമയാജി എഴുതിയ പുസ്തകവും ഇരിങ്ങാലക്കുടക്കാരനായ സംഗമഗ്രാമ മാധവാചാര്യർ എഴുതിയ യുക്തിഭാഷ എന്ന പുസ്തകവും തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി എഴുതിയിരിക്കുന്ന പുസ്തകവും ശങ്കരവർമ്മൻ, തിരൂരിലെ ശങ്കരവർമ്മൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളും പിന്നെ വരാഹമിഹിരാചാര്യൻ എഴുതിയ പഞ്ചസിദ്ധാന്തിക തുടങ്ങിയ പുസ്തകങ്ങളും, അതുകൂടാതെ ബ്രഹ്മഗുപ്തൻ AD 505 എഴുതിയ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള മാത്തമാറ്റിക്കൽ പുസ്തകങ്ങളും, അതിൽ അന്വേഷിച്ചാൽ പോലെ മാത്തമാറ്റിക്സിന്റെ ഹെറിറ്റേജ് പഠിക്കാൻ. എന്തിനാ വേദത്തിൽ അന്വേഷിക്കാൻ പോണത്? വേദത്തിൽ ഇല്ലാന്നല്ല. ഏകാചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമ നവചമേ ഏകാദശചമേ ത്രയോദശചമേ പഞ്ചദശചമേ സപ്തദശചമ നവത് വിഗംശതിഷ്ടമേ ഏകവിഗംശതിഷ്ടമേ ത്രയോവിഗംശതിഷ്ടമേ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ച ആയുധം ച അയുധം ച പ്രയുധം ച പ്രയുധം ച നിയുധം ച നിയുധം ച അർബുദം ച 10:0 മുതൽക്ക് 10:37 വരെയുള്ള നമ്പർ യജുർവേദത്തിലെ 18-ാം അധ്യായത്തിലുണ്ട്. അതൊന്നും എടുക്കണ്ട, അതൊക്കെ മിത്തോളജിക്കലായിട്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ പ്യുവർ മാത്തമാറ്റിക്സ് പുസ്തകത്തില്, നോൺ മിത്തോളജിക്കൽ പുസ്തകത്തിലുള്ളത് ഈ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തുകാർക്കും യുക്തിവാദികൾക്കും ഇടതുപക്ഷക്കാർക്കും ഒന്ന് വായിച്ചൂടെ? മലന്ന് കിടന്ന് കണ്ണടച്ച് തുപ്പിയിട്ട് എൻ്റെ മേത്ത് ആരോ തുപ്പി എന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ? ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ഇതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള കമന്ററികൾ ഇന്ത്യക്കാരും പുറത്തുള്ളവരും എഴുതിയതാണ് അതിനകത്തുള്ളത്. അത് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പഠിക്കണമെങ്കിൽ ആദ്യം നമ്പർ സിസ്റ്റം പഠിക്കണം. ഭാരതത്തിന്റെ നമ്പർ സിസ്റ്റം പഠിക്കാതെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അത് കർണാടക സംഗീതത്തിലെ മലയാളി കർണാടക വാക്കുകൾ ഉപയോഗിക്കുന്ന മാതിരിയൊന്നുമല്ല, അർത്ഥം പറഞ്ഞ് ഉപയോഗിക്കേണ്ടതാണ് മാത്തമാറ്റിക്സ്. പാട്ട് പാടുമ്പോഴത്തേക്ക് അല്പസ്വല്പം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മുമ്പിലുള്ളവർ ഇഗ്നോറന്റ് ആയതുകൊണ്ട് എന്ത് പണി സംഭവിക്കും. പക്ഷെ മാത്തമാറ്റിക്സ് പറയുമ്പോൾ ആ നമ്പർ സിസ്റ്റം പഠിച്ചിരിക്കണം. വ്യോമ ശൂന്യ ശര അദ്രി ഇന്ദു രന്ധ്ര അദ്രി അദ്രി ശരയിന്ദവഹ എന്ന് പറയുകയാണെങ്കിൽ വ്യോമം എന്ന് വെച്ചാൽ 0, ശൂന്യം എന്ന് വെച്ചാൽ 0, വ്യോമ ശൂന്യ ശര എന്ന് വെച്ചാൽ 5, അദ്രി എന്ന് വെച്ചാൽ 7, വ്യോമ ശൂന്യ ശര അദ്രി ഇന്ദു എന്ന് വെച്ചാൽ 1, അദ്രി അദ്രി 7 ശര 5 ഇന്ദവഹ 1. ഇതാണ് 15,75,000 സംതിങ് ആണ്. ഒരു മഹായുഗത്തിൽ ഭൂമിയുടെ കറക്കം എന്നറിയണമെങ്കിൽ ഈ ഭൂതസംഖ്യ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കടവയാതി നമ്പർ സിസ്റ്റം പഠിച്ചിരിക്കണം. ഗോപാജ്ഞയാ ദിനധാമ, ഗോപാജ്ഞയാ ദിനധാമ എന്ന് പറഞ്ഞാൽ ഗാ എന്ന് വെച്ചാൽ 3, പാ എന്ന് വെച്ചാൽ 1, ഞാ എന്ന് വെച്ചാൽ 0, ഗോപാജ്ഞ യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, ദീ എന്ന് വെച്ചാൽ 8, നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, ദാ എന്ന് വെച്ചാൽ 9, മാ എന്ന് വെച്ചാൽ 5. ഭൂമി സൂര്യന് ചുറ്റും ഒരു ദിവസം കറങ്ങുന്ന പ്രദക്ഷിണം വെക്കുന്ന വേഗത 59 മിനിറ്റ് 8 സെക്കൻഡ് 10 ഡെസി സെക്കൻഡ് 13 മൈക്രോ സെക്കൻഡ് ആംഗുലർ വെലോസിറ്റി. പക്ഷെ അതാണെന്ന് പറയണമെങ്കിൽ ആദ്യം കടവയാതി നമ്പർ സിസ്റ്റം പഠിച്ചിരിക്കണം. അതായത് ഇംഗ്ലീഷിലെ 26 അക്ഷരം പഠിക്കാതെ ഇംഗ്ലീഷ് പുസ്തകത്തിലും ഇംഗ്ലീഷിലും പ്രഭാഷണം നടത്താനും വായിക്കാനും തുടങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥയായിരിക്കും അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആയാലും സംഭവിക്കുന്നത്. 1, 2, 3, 4, 5 പഠിക്കാതെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പഠിക്കാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് സംസ്കൃതത്തിനും ആപ്ലിക്കബിൾ. സംസ്കൃതമായതുകൊണ്ട് എനിക്ക് തന്നെത്താനെ കണ്ണുടച്ചിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആദ്യം LKGയും UKGയും ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും പഠിച്ചതിന് ശേഷം വേണം അതിന്റെ മുകളിലേക്ക് പഠിക്കാൻ പോവാൻ. അതൊന്നും മനസ്സിലായില്ല എങ്കിൽ പുസ്തകം എഴുതിയവരുടെ കുഴപ്പമല്ല, വായിക്കുന്നവന്റെ കുഴപ്പമാണ്. ഫ്രഞ്ച് ഭാഷയിൽ എനിക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ ഒന്നുകിൽ കത്തെഴുതുന്നവരോട് പറയണം മലയാളത്തിൽ എഴുതണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതണം, ഞാൻ ബിഗ് സീറോ ആണ് എന്ന് പറയണം. അപ്പൊ അത് പറയാതെ അയാളുടെ അടുത്ത് ഫ്രഞ്ചിൽ എഴുതിക്കോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ പഠിച്ച ഭാഷയിൽ അയാൾ എഴുതി. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങളുടെ തലയിലെഴുത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരോടെങ്കിലും പറയുക, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഉണ്ടെങ്കിൽ അത് വായിക്കാം. അതായത് ഞാൻ ഇവിടുത്തെ വലിയ പണ്ഡിതനാണ്, എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വേണം നിങ്ങൾ ലോകത്തിലെ എല്ലാ പുസ്തകവും എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയും. വല്ല അച്ഛന്മാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണത്. അപ്പോൾ ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ ഗണിതശാസ്ത്രം അത്ര ഗംഭീരമായിട്ടുണ്ട്.
ആര്യഭടീയം AD 499 എഴുതിയതാ. മാർച്ച് 21 ഞായറാഴ്ച ആര്യഭടന്റെ 23ാം ജന്മവാർഷികം ദിവസത്തിൽ എഴുതിയത്. ആ പുസ്തകത്തിന് ഏതാണ്ട് 60ഓളം ഇംഗ്ലീഷുകാർ കമന്ററി എഴുതിയിട്ടുണ്ട്. 60ഓളം ഇംഗ്ലീഷുകാർ. അത് മുഴുവൻ ഞാൻ എൻ്റെ തീസിസിൽ എഴുതിയിട്ടുമുണ്ട്. അതിനകത്ത് എന്ത് ഭംഗിയായിട്ടാ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞിരിക്കുന്നത്. മൃത് ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത ഭൂഗോള. ഭൂമിയുടെ ഡയമീറ്റർ എഴുതിയിട്ടുണ്ട് നില ഭൂവ്യാസ. 1050 യോജനയാണ് ഭൂമിയുടെ വ്യാസം. ആ ഒരു യോജന എന്നുള്ളതിന് 12.11 കിലോമീറ്റർ ആണ് എന്ന് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി എഴുതിയ പുസ്തകത്തിലുണ്ട്. ഞാനത് പറയുകയുണ്ടായി. ഒരു യോജന എന്ന് പറഞ്ഞാൽ 12.11 കിലോമീറ്റർ ആണെന്ന്. ഇപ്പൊ ഏതോ ഒരു ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തുകാരൻ പറഞ്ഞു ഗോപാലകൃഷ്ണൻ തന്നെത്താനെ റിവേഴ്സ് കാൽക്കുലേഷൻ നടത്തിയിട്ട് കൊടുക്കുകയാണെന്ന്. എല്ലാത്തിനെയും അവിശ്വസിക്കാനുള്ള ഒരു സ്വഭാവം ഉണ്ടാക്കിയത് ജന്മം നൽകിയ പാർട്ടീസ് ആയിരിക്കും, ഞാനല്ല. അപ്പൊ ആദ്യം ഈ നാടിന്റെ നന്മയെക്കുറിച്ച് അഭിമാനിക്കണമെന്ന തോന്നൽ വെച്ചുകൊണ്ട് വേണം തുറന്ന മനസ്സോടുകൂടി വിശകലനം ചെയ്യാൻ. ഇല്ലാത്തത് ഇല്ലെന്നും ഉള്ളത് ഉള്ളതെന്നും പറയാൻ ആദ്യം പഠിക്കണം. ഉള്ളതിനെ ഉണ്ട് എന്നെങ്ങാനും പറഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ഇലക്ഷന് BJP ജയിച്ചാലോ അല്ലെങ്കിൽ RSSകാർ ജയിച്ചാലോ എന്ന് ഒരു ഹിഡൻ അജണ്ടയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇതിനകത്തുനിന്ന് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏതായാലും ഇത്രയും കാലം ഇതെല്ലാം നിലനിന്നല്ലോ, മറ്റ് പലതും നിലനിൽക്കുന്നില്ലല്ലോ. ഈ പുരോഗമനവാദികളുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള കുറെ റഷ്യൻ നേതാക്കന്മാരുണ്ട്. അവരുടെ പ്രതിമയൊക്കെ ഇപ്പൊ എവിടെയാണുള്ളത് നോക്കാം. ഏതായാലും ആര്യഭടന്റെ പ്രതിമ മാറ്റിയിട്ടില്ല. ആര്യഭടന്റെ പേരിലാണ് നമ്മുടെ സാറ്റലൈറ്റ് പോലും കറങ്ങുന്നത്. ഭാസ്കരാചാര്യരുടെ പേരിലാണ് നമ്മുടെ മറ്റൊരു സാറ്റലൈറ്റ് കറങ്ങുന്നത്. അതുകൊണ്ട് നിലനിൽക്കേണ്ടതിനെ കാലം നിലനിർത്തും, അല്ലാത്തതിനെയൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയിട്ട് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടും. അതാ സംഭവിച്ചത്. അതാ ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോ മാത്തമാറ്റിക്സ് അറിയണം എന്നുള്ളവർക്ക് ആര്യഭടന്റെ 1, 2 ആര്യഭടീയമുണ്ട്, ആര്യഭട സിദ്ധാന്തമാണ്. ബ്രഹ്മഗുപ്തന്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിൽ എഴുതിയിരിക്കുന്ന അത്രയും മാത്തമാറ്റിക്സ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പാട്രിക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ബ്രഹ്മസ്ഫുട സിദ്ധാന്തത്തിലെ ഒരു മെത്തേഡാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ വായിക്കേണ്ടായി. അതുപോലെ തന്നെ ലഘുഭാസ്കര്യവും ബൃഹത് ഭാസ്കര്യവും എത്ര ഗംഭീരമായിട്ടുള്ള അസ്ട്രോണമിക്കൽ ബുക്സാണ്. അതിനകത്തൊക്കെ എത്ര കറക്റ്റായിട്ടാണ് ഓരോ പ്ലാനറ്റിന്റെ പൊസിഷൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ മഞ്ജുളാചാര്യന്റെ പുസ്തകങ്ങളുണ്ട്, ഭാസ്കരാചാര്യ രണ്ടാമന്റെ ലീലാവതി ഉണ്ട്. എല്ലാ ക്വാഡ്രിലാറ്ററൽ ഇക്വേഷൻ അതിനകത്തല്ലേ ആരംഭിക്കുന്നത്. കാൽക്കുലസ് അതിനകത്തല്ലേ ഉള്ളത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി ഗീവർഗീസ് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ വെബ്സൈറ്റില് കാൽക്കുലസ് കണ്ടുപിടിച്ചത് കേരളീയരാണെന്ന് തെളിയിച്ച വാർത്ത വന്നപ്പോ കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ അത് കൊടുത്തു. അദ്ദേഹം 2010 മറ്റോ ആണെന്ന് തോന്നുന്നു അത് പ്രസിദ്ധീകരിച്ചത്. 2002 ഇതെല്ലാം ഇന്ത്യയിലാണ് കണ്ടുപിടിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഞാൻ പബ്ലിഷ് ചെയ്ത പുസ്തകമുണ്ട്, അതിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തമാണ്. എതിർപ്പുണ്ടെങ്കിൽ ഏത് സദസ്സിലും വെല്ലുവിളി സ്വീകരിച്ച് വരാൻ തയ്യാറാണെന്ന് 2002 എഴുതിയ പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം ഇന്നും അവൈലബിളാണ്. 10,000 കോപ്പീസ് അത് പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പലരുടെയും കയ്യിൽ അതുണ്ട്. ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പൊ ഗീവർഗീസ് മാഞ്ചസ്റ്ററിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോ മാതൃഭൂമി ഉൾപ്പെടെയുള്ളവർ ഫ്രണ്ട് പേജിൽ കൊടുത്തു. അങ്ങനെ ഉള്ളതുണ്ട് എന്നൊന്ന് പറയെങ്കിലും വേണ്ടേ. ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നവര് ഇങ്ങനെയുള്ളത് അന്വേഷിക്കേണ്ടതെന്ന് പറയേണ്ടത് ഈ നാടിന്റെ തന്നെ മഹത്വമല്ലേ. മെറ്റലർജിക്കൽ പുസ്തകം എത്രയാ അവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ വംഗശോധന ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. 16ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകം. സിങ്കിനെ കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്ന ഒരു ഉപനിഷത്താണ്. അതിനകത്ത് ആത്മീയതയൊന്നുമില്ല. സിങ്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക, ബ്രാസ് എങ്ങനെ ഉണ്ടാക്കാം, സിങ്കിന്റെ വോളറ്റൈലൈസേഷൻ, സിങ്ക് ഉണ്ടാക്കുന്ന മൂശകള് എന്ത് ഭംഗിയായിട്ടാണ് അതിൽ ചിത്രത്തിന് സഹിതം കൊടുത്തിരിക്കുന്നത് അറിയാം. ലെഡിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അതിഗംഭീരമായിട്ട്. BC 1000 സിങ്കും ലെഡും എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്ന മൈനുകള്, അതിന്റെ റെസിഡ്യൂകള്, ഫ്ലക്സുകള് ഇപ്പോഴും രാജസ്ഥാനില് മില്യൺസ് ഓഫ് ടൺസ് അവൈലബിൾ ആണ്. മില്യൺസ് ഓഫ് ടൺസ് ദാരിബ മൈൻസിൽ പോയാൽ അറിയാം അവൈലബിൾ ആണ്. ബട്ട് ഡയറക്ട്ലി മെറ്റീരിയൽ പ്രോസസ് ചെയ്തതിന്റെ തെളിവുണ്ട്. അതിന്റെ ലിറ്ററേച്ചറും ഉണ്ട്. അത് മിത്തോളജിക്കൽ അല്ല, അത് പ്യുവർലി നോൺ മിത്തോളജിക്കലാണ്.
ആ നോൺ മിത്തോളജിക്കൽ പുസ്തകത്തിന്റെ തെളിവാണ് ഡൽഹി അയൺ പില്ലർ, ധാർ അയൺ പില്ലർ, മൂകാംബിക ക്ഷേത്രത്തിലുള്ളതായിട്ടുള്ള ഒരു അയൺ പില്ലർ. അപ്പോ ശരിക്കും പറഞ്ഞാൽ മെറ്റലർജി, മാത്തമാറ്റിക്സ്, അസ്ട്രോണമി നോക്കുക, സിവിൽ എഞ്ചിനീയറിംഗിന്റെ മനുഷ്യാലയ ചന്ദ്രിക അത്ര ഗംഭീരമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ദേവാലയ ചന്ദ്രിക അത്ര ഗംഭീരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഏത് വിഷയം എടുത്ത് നോക്കാം, ഇംഗ്ലീഷിൽ വ്യത്യസ്തമായ സയന്റിഫിക് പുസ്തകങ്ങൾ ഉള്ളതുപോലെ മലയാളത്തിൽ വ്യത്യസ്തമായ സയന്റിഫിക് പുസ്തകങ്ങൾ കുറച്ചൊക്കെ ഉള്ളതുപോലെ ഈ സംസ്കൃതത്തില് ഒരു 2000-3000 വർഷത്തെ പൈതൃകത്തിൽ സയന്റിഫിക് പുസ്തകങ്ങളുണ്ട്. അതൊന്ന് എത്തി നോക്കേണ്ട ഉത്തരവാദിത്വം അവനവൻ ഏറ്റെടുക്കാതെ ഇതൊക്കെ എന്നെ പഠിപ്പിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ആ തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് താൻ പറഞ്ഞല്ലോ, അത് കാരണം ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തന്നെ പഠിപ്പിക്കാൻ വരാൻ പോവാണെന്ന് പറയുമ്പോ അപ്പൊ അത് ഹിന്ദുത്വവൽക്കരണാവും, അത് BJP വൽക്കരണാവും, അത് കാവ്യവൽക്കരണാവും, അത് ഹിന്ദുത്വ അജണ്ടയാവും. അങ്ങനെയും നിവൃത്തിയില്ല. ഇത് യഥാർത്ഥത്തില് പട്ടിയൊട്ട് തിന്നേയില്ല, തിന്നാനൊട്ട് അനുവദിക്കേയില്ല, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടാത്ത പോലെയാണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ എന്താ, പഠിപ്പിച്ചാൽ എടുക്കുകയില്ല, പഠിപ്പിക്കുന്നതിന് മുമ്പ് നിരാകരിക്കും, നിഷേധിക്കും, പുച്ഛിക്കും, പിന്നെ സ്വയം അന്വേഷിക്കോ അതുമില്ല. അപ്പൊ യഥാർത്ഥത്തില് ഏതോ ഒരു തരത്തിലുള്ള മാനസിക രോഗം പോലെ ഇതിനെ. അപ്പൊ നോൺ മിത്തോളജിക്കൽ പുസ്തകത്തിനകത്ത് നാടകമുണ്ട്, കവിതകളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്, സംഗീതമുണ്ട്, നൃത്തമുണ്ട്, നൃത്യങ്ങളുണ്ട്, അതിന്റെ കൂട്ടത്തിൽ സയൻസും ഉണ്ട്. ഈ ലോകത്തിലെ ഏതൊരു ഭാഷയും പോലെ അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അത് തന്റെ തലയിലെഴുത്ത്, അന്വേഷിച്ചു പോകേണ്ടതാണ്. ഞാൻ ഓറഞ്ച് ഉണ്ടാവുന്ന മരം കണ്ടിട്ടില്ല, അതുകൊണ്ട് ഓറഞ്ച് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റും? ഓറഞ്ച് ഉണ്ടാവുന്ന മരം എവിടെയാണുള്ളത് അവിടെ പോയി നോക്കണം. ഞാൻ ആപ്പിൾ മരം കണ്ടിട്ടില്ല, അപ്പൊ ആപ്പിൾ ഉണ്ടാവുന്ന മരം എവിടെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പോയിട്ട് അന്വേഷിക്കുക, അപ്പൊ അതിന്റെ ചിത്രം കിട്ടും. അത് മതിയെങ്കിൽ ആപ്പിൾ മരം ഞാൻ കാണാത്തത് കൊണ്ട് അതില്ല എന്ന് പറയുമ്പോ എന്റെ തലച്ചോറ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തലച്ചോറില്ല എന്ന് പറയുന്ന മാതിരി ആയിരിക്കും നമ്മൾ അതിനെ വിവരിക്കുക. ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. ഞാൻ കുറച്ച് കാഷ്വൽ ഭാഷ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് ഈ നാട്ടിലുള്ള പ്യുവർ സയന്റിഫിക് പുസ്തകങ്ങൾ, പ്യുവർ സയന്റിഫിക് എന്ന് പറഞ്ഞാൽ തീർന്നില്ല, ധാരാളം ഉണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും കടക്കണില്ല. അപ്പോൾ ഈ പുസ്തകങ്ങളിലുള്ളതാണ് നമ്മുടെ ശരിക്കുള്ള ശാസ്ത്ര സാങ്കേതിക പൈതൃകം. രസരത്ന സമുച്ചയത്തിൽ കൊടുത്തിരിക്കുന്ന മെറ്റലർജിക്കൽ പ്രോസസ്, രസാർണവം, രസരത്നേകരം, രസസാര സർവസ്വം, രസേന്ദ്ര ചൂടാമണി, രസചന്ദ്രിക, എല്ലാം കെമിക്കൽസാ. സൾഫറിനെ കുറിച്ച്, ഫോസ്ഫറസിനെ കുറിച്ച്, അതുപോലെ തന്നെ വ്യത്യസ്തമായ കെമിക്കൽസിനെ കുറിച്ച്. ഇനോർഗാനിക് കെമിക്കൽസാണ്. ഓർഗാനിക് കെമിക്കൽസ് മുഴുവൻ ജനറലി ആയുർവേദത്തിലേക്ക് പോകുന്നു. ഇനോർഗാനിക് കെമിക്കൽസ്, ഇനോർഗാനിക് മെറ്റൽസ്, ഇനോർഗാനിക് മെറ്റാലിക് സോൾട്ട്, ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതെല്ലാം ഉണ്ട്. അത് നോൺ മിത്തോളജിക്കൽ ടെക്സ്റ്റ് പുസ്തകത്തിലാണ് എന്നും കൂടി അറിഞ്ഞ് അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ വരാൻ തയ്യാറാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന മനസ്സോടുകൂടി, ബാധിക്കാനും ജയിക്കാനും വേണമെങ്കിൽ അങ്ങനെ, നിഷേധിക്കാനും പുച്ഛിക്കാനും വേണമെങ്കിൽ അങ്ങനെ, അറിയാനും അറിയിക്കാനും വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഠിച്ച് പഠിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കൽ മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. പ്രത്യേകിച്ച് ഈ ലെക്ചറിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.